ഹലോ ഓൾ. നിങ്ങളൊരു നാർസിസ്റ്റിക് അബ്യൂസിൽ പെട്ട് കിടന്നിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നെങ്കിലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഹീൽ വിത്ത് ദിവ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു NPD അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാനോ മറ്റ് ക്ലിനിക്കൽ പേർപ്പസിനോ വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് ഹീൽ ചെയ്യാനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു നാർസിസം ആണെന്നും ഈ പാർട്ട്ണർ ഇങ്ങനെയാണെന്നും അല്ലെ ടോക്സിക് ആണെന്നും മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നോളജ് അതിനെക്കുറിച്ച് കിട്ടുന്നുള്ളതാണ്. അടുത്തത് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുണ്ട്, നമുക്കൊരു മുറിവ് വന്നെന്ന് വിചാരിക്കുക. ആ മുറിവ് നമ്മൾ എപ്പോഴും പോയി ചുരണ്ടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അതുപോലെ നിങ്ങൾ ഈ ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹീലിംഗ് എന്നത് വളരെ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും അബ്യൂസീവ് ആണ്, നാർസിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ട്രോമ ബോണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ട്രോമ ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യും, സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇത് രണ്ടും എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഇയാളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്ത് പറ്റും, ഇത് എപ്പോഴും കൂടിയേ പറ്റൂ. സ്നേഹം മാത്രമായിട്ടൊരു സ്റ്റേബിളായിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കെയോസ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കും. സോ ഇത് രണ്ടുമാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതിനുവേണ്ടി ഈ പറഞ്ഞ പോലെ നോ കോണ്ടാക്ട് ചെയ്യാം, ലോ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഇവരെ പോയി സ്റ്റോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി നിർത്താട്ടോ. പിന്നെ അടുത്തത് നിങ്ങൾ സ്വയം കുറ്റപ്പെടുന്നത് നിർത്തുക എന്നുള്ളതാണ്. കാരണം നമുക്ക് എപ്പോഴും ഇവർ ക്രോണിക് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സും ആൻഡ് ഓൾസോ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നീ പോരാ, നീ കൊള്ളില്ല, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ബ്രെയിനിന് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റിവിറ്റി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ വികാരങ്ങൾക്ക് അവിടെ ഇടം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നിരാശ വന്നാലും അത് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളത് പ്രകടിപ്പിക്കുക. അത് മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ പ്രകടിപ്പിക്കുക. ബിക്കോസ് സപ്രസ്ഡ് ഇമോഷൻസ് ആണ് നമുക്ക് എക്സ്പ്രസ്ഡ് ഇമോഷൻസിനേക്കാളും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ജേണൽ ആരംഭിക്കുക, എഴുതി വെക്കാനായിട്ട് തുടങ്ങുക. കാരണം നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇമോഷണൽ ജേർണലിങ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഓർ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഇത് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്തുള്ള ഭാരം കംപ്ലീറ്റ്ലി ഇറക്കി വെക്കുകയാണ്. നിങ്ങൾ ഓരോ കാര്യം, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പം എത്രത്തോളം ആശ്വാസമാണോ കിട്ടുന്നത്, അതിൻ്റെ 10 times നിങ്ങൾക്ക് ആശ്വാസം കിട്ടും നിങ്ങൾ ഓരോ കാര്യങ്ങളും ജേർണൽ ചെയ്ത് എഴുതി നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, നോ പറയാൻ പഠിക്കുക. പീപ്പിൾ പ്ലീസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാം പോയി എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇതൊന്നും പോയി അമിതമായിട്ട് ആരോടും പറയണ്ട. എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിലുള്ള ആക്സസ് കൊടുക്കുകയും വേണ്ട. പിന്നെ നിങ്ങളുടെ ബോഡി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു, മൈൻഡ് ആൻഡ് ബോഡി എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്ട്രെസ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും നിങ്ങൾക്ക് കാർഡിയാക് ഇഷ്യൂസ് വരാം, സ്റ്റൊമക്ക് ഇഷ്യൂസ് വരാം, ബ്ലോട്ടിങ് വരാം. സോ ഇതൊക്കെ നിങ്ങൾ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എപ്പോഴും വേണ്ടത് മൂവ്മെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, സൂംബ ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, നിങ്ങൾക്ക് നടക്കാൻ പോവാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി കാമാവുമ്പം നമ്മുടെ മൈൻഡും കാമാവും. യു ആർ സേഫ് എന്നൊരു സിഗ്നൽ നമ്മൾ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നെർവസ് സിസ്റ്റം നിങ്ങളുടെ റീവയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾക്ക് അഫർമേഷൻസ് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് വളരെ നല്ലൊരു എക്സസൈസാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാക്കാനും അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ 10-20 മിനിറ്റ് ധ്യാനിക്കാനല്ല ഞാൻ പറയണേ, നിങ്ങൾക്ക് കുറച്ച് നേരം ആ ഒരു ഇൻഹെയിൽ ചെയ്യുക, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നിങ്ങളത് എക്സ്ഹെയിൽ ചെയ്ത് പുറത്ത് വിടുക. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ആദ്യം എത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല, നിങ്ങൾ ഫോക്കസ് പോവും, അറ്റൻഷൻ പോവും. പക്ഷെ നിങ്ങൾ കോൺഷ്യസ്ലി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തുക. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു
പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം നാച്ചുറലി ഒരു കാം സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾക്കാരെ സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. അത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. അവരോട് മാത്രം ഈ കാര്യങ്ങൾ പറയാം. ലോകത്തുള്ള എല്ലാവരോടും പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഓരോ മനുഷ്യരും ഓരോ കാര്യത്തെയും കാണുന്നത് അവരുടെ ഒരു പെർസ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും അവർ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ നിങ്ങളുടെ പ്രോബ്ലം വേഴ്സ് ആവാൻ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക. കൗൺസിലിംഗ്, കോച്ചിങ്, തെറാപ്പി കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം ഞാനും ഒരു NPD കോച്ചാണ്, ഞാൻ പറയാറുണ്ടല്ലോ. ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ ആളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ്, എനിക്ക് ആസ് എ ഇൻഡിവിജ്വൽ എനിക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽസ് ഉണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ആൻഡ് റെഡ് ഫ്ലാഗ്സ് തിരിച്ചറിയാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തത്. കാരണം പലപ്പോഴും നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയി പെട്ടുപോകുന്നത്. അപ്പം അത് തിരിച്ചറിയുക. അങ്ങനെ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓടിപ്പോവുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഒന്നിലും ഒരു പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കേണ്ട. കാരണം പെർഫെക്റ്റ് ആവാൻ അത്ര എളുപ്പമല്ല എന്നല്ല, നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരാം, മിസ്റ്റേക്സ് സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങളെടുത്ത കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല എന്ന് വരാം. ഇറ്റ് ഈസ് കോമൺ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു കമ്പാഷൻ ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ ബ്ലെയിം ചെയ്തിരിക്കാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം സൗമ്യമായിട്ട് സംസാരിക്കുക. സെൽഫ് ബ്ലെയിം നിർത്തുക, നെഗറ്റീവ് ടോക്സ് നിർത്തുക, നെഗറ്റീവ് സെൽഫ് ടോക്ക് ആദ്യം നിർത്തുക. ഒന്നാമത് ഈ പറഞ്ഞ ആളെപ്പോഴും നമ്മൾ മോശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആവുകയാണ് ചെയ്യണേ. അപ്പം കുഴപ്പമില്ല, ഞാൻ മാറും, ഞാൻ ബെറ്റർ ആവും. നിങ്ങൾക്ക് അഫർമേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങുക. നിങ്ങൾ അതിന് വലിയ കാര്യങ്ങൾ സംഭവിച്ചാലേ ഞാൻ സന്തോഷിക്കൂ, അങ്ങനെയില്ല. നിങ്ങളുടെ ലൈഫിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നതായിരിക്കാം, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാലറി ഇൻക്രിമെൻറ്റ് വരുന്നതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നിങ്ങൾ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പും നിങ്ങൾക്ക് എടുക്കാം. കൗൺസിലിങ്ങോ തെറാപ്പിയോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാനൊരു സർട്ടിഫൈഡ് NPD കോച്ചാണ്. ഒരുപാട് ക്ലയൻസ് ദിനം പ്രതി എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് വേണം, ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എന്നെ കണക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഓൺലൈൻ സെഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെഷൻസ് ബുക്ക് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയ ത്രൂ സ്റ്റോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് വളരെയധികം ഡിലേ ആവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ആണ് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.